ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സൈനിക സഖ്യം. അതിന്റെ ഏറ്റവും വലിയ ഭീഷണി പുറത്തുനിന്നുള്ള ഒരു ശത്രുവല്ല, മറിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെങ്കിലോ? അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഒരു ഡാനിഷ് പാർലമെന്റ് അംഗം ചോദിച്ച ഈ ചോദ്യത്തിലാണ് എല്ലാത്തിന്റെയും തുടക്കം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾ തന്നെ നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യും? ഇതൊരു സങ്കല്പമല്ല. നാറ്റോ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാതലാണിത്. 70 വർഷത്തിലേറെയായി പുറത്തുനിന്നുള്ള ഭീഷണികളെ ഒരുമിച്ച് നേരിട്ടൊരു സഖ്യമാണ് നാറ്റോ. പക്ഷേ അതിലൊരു അംഗം തന്നെ മറ്റൊരാൾക്ക് ഭീഷണിയായാൽ എന്ത് സംഭവിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം അത്ര എളുപ്പമല്ല. ഈ പ്രതിസന്ധിയുടെ കേന്ദ്രബിന്ദു ഗ്രീൻലാൻഡാണ്. ഡെൻമാർക്കിന്റെ ഭാഗമായ ഈ തന്ത്രപ്രധാനമായ പ്രദേശം അമേരിക്ക ബലമായി പിടിച്ചെടുക്കുമെന്നു ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തകൾ വന്നതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങളും പുതിയ കപ്പൽപാതകളും കാരണം ഗ്രീൻലാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു സഖ്യത്തിലെ ഏറ്റവും കരുത്തനായ അംഗം തന്നെ ഒരു ചെറിയ അംഗരാജ്യത്തെ ആക്രമിക്കുമ്പോൾ അത് ആ സഖ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ? അപ്പോ ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ നമുക്കാദ്യം നാറ്റോ എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഒരു കൂട്ടായ പ്രതിരോധം ലക്ഷ്യമിട്ട് രൂപീകരിച്ചൊരു സംഘടന. ഇതാണ് നാറ്റോയുടെ ആത്മാവ്, അതിന്റെ ഹൃദയമിടിപ്പെന്ന് തന്നെ പറയാം. കൂട്ടായ പ്രതിരോധം, അതായത് ഒരാൾക്ക് നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. പതിറ്റാണ്ടുകളായി യൂറോപ്പിൽ സമാധാനം നിലനിർത്തിയതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു ഉറപ്പാണ്. ആർട്ടിക്കിൾ 5 നാറ്റോയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വാചകമാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ആക്രമിക്കുന്നത് ഒരു പുറത്തുള്ള കക്ഷി അല്ലെങ്കിൽ എന്തു ചെയ്യും? അതായത് ഒരു അംഗരാജ്യം തന്നെ മറ്റൊരംഗത്തെ ആക്രമിച്ചാൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ഈ ഉടമ്പടി ഒന്നും പറയുന്നില്ല. നാറ്റോയുടെ ചരിത്രം നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും. ഈ സഖ്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ പുറത്തുനിന്നുള്ള ഒരു ശത്രുവിനെ നേരിടാനാണ്. തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ, പിന്നീട് അൽ ഖായ്ദ. ഭീഷണി എപ്പോഴും പുറത്തുനിന്നായിരുന്നു. ശരി, ശീതയുദ്ധം കഴിഞ്ഞപ്പോൾ നാറ്റോയുടെ ദൗത്യങ്ങൾ പലതും മാറി. ബോസ്നിയയിലും കൊസോവോയിലും ലിബിയയിലുമൊക്കെ അവർ ഇടപെട്ടു. പക്ഷേ ഇതിലെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം സഖ്യത്തിനു പുറത്തുള്ള പ്രശ്നങ്ങളിലായിരുന്നു. ഒരംഗം മറ്റൊരംഗത്തിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഒരിക്കലും അവരുടെ കണക്കുകൂട്ടലുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ ഇന്നത്തെ വലിയ ചോദ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. നാറ്റോയുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയുണ്ട്, സംശയമില്ല. പക്ഷേ അതിനെ ഒരുമിച്ച് നിർത്തുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കാര്യമോ? ഗ്രീൻലാൻഡ് സംഭവം തെളിയിച്ചതാണ്. സൈനികമായി എത്ര ശക്തമാണെങ്കിലും രാഷ്ട്രീയമായി ഈ സഖ്യം വളരെ ദുർബലമാണ്. ഈ ഒരു താരതമ്യം നോക്കിയാൽ പ്രശ്നം വളരെ വ്യക്തമാകും. നാറ്റോ ഒരു കോട്ട പോലെയാണ്, പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ പണിത കോട്ട. പക്ഷേ ശത്രു കോട്ടയ്ക്ക് ഉള്ളിൽ തന്നെയാണെങ്കിലോ? ആർട്ടിക്കിൾ 5 പോലുള്ള സംവിധാനങ്ങൾക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല. കാരണം നിങ്ങൾ ആർക്കെതിരെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ച് നാറ്റോയുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ കിട്ടുന്ന സ്ഥിരം മറുപടിയാണിത്. നാറ്റോയുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത് യഥാർത്ഥ ചോദ്യത്തിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞുമാറ്റമാണ്. സ്വന്തം സഖ്യകക്ഷിയിൽ നിന്ന് ആ പ്രദേശം എങ്ങനെ സംരക്ഷിക്കും എന്നതിന് വ്യക്തമായൊരു പ്ലാനോ മാർഗരേഖയോ അവരുടെ കയ്യിലില്ല. ഇന്ന് നാറ്റോയിൽ 32 അംഗങ്ങളുണ്ട്. കടലാസിൽ ഇതൊരു വലിയ ശക്തിയാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ 32 വ്യത്യസ്ത താൽപ്പര്യങ്ങൾ, 32 അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതകൾ. എണ്ണം കൂടുന്തോറും ഈ സഖ്യത്തിനുള്ളിൽ വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയും കൂടുകയാണ്. സഖ്യത്തിനുള്ളിലെ എപ്പോഴും പുകയുന്നൊരു പ്രശ്നമാണിത്, പ്രതിരോധ ചിലവ്. ഓരോ രാജ്യവും അവരുടെ GDPയുടെ 2% പ്രതിരോധത്തിനായി ചെലവഴിക്കണമെന്നാണ് നിയമം. എന്നാൽ പലരും അത് പാലിക്കുന്നില്ല. ഇത് അംഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന അമേരിക്കയും മറ്റുള്ളവരും തമ്മിൽ എപ്പോഴും ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമാകാറുണ്ട്. ഡാനിഷ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാം. ഭീഷണി നേരിടുന്ന ഒരു രാജ്യത്തിന് ഇത് വെറുമൊരു രാഷ്ട്രീയ തർക്കമല്ല, അവർക്കിത് സഖ്യത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. അപ്പോ ഇതാണ് കാര്യത്തിന്റെ കാതല്. നാറ്റോയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ടാങ്കുകളോ വിമാനങ്ങളോ ഒന്നുമല്ല. അത് അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ്, ആ രാഷ്ട്രീയ ഐക്യമാണ്. ആ വിശ്വാസത്തിനാണ് പോയി ഇളക്കം തട്ടിയിരിക്കുന്നത്. ആ തകർച്ചയാണ് യഥാർത്ഥ ഭീഷണി. ഈ ചോദ്യം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒന്നാണ്.
ലോകം ഒരുപാട് മാറി, ഭീഷണികളുടെ രൂപവും മാറി. അങ്ങനെയിരിക്കെ ശീതയുദ്ധകാലത്ത് രൂപം കൊണ്ടൊരു വാഗ്ദാനത്തിന് ഇന്നത്തെ സങ്കീർണമായ ലോകത്ത് ഒരു സഖ്യത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയുമോ? വൈകുന്നതിനു മുൻപ് നാറ്റോ തന്നെ ആ ചോദ്യത്തിന് ഒരുത്തരം കണ്ടെത്തേണ്ടിവരും.